ഗുഹാനൊപ്പം പരിശീലനം ചെയ്യുന്നതിനു വേണ്ടി പിക്കലോ വളരെ കൊടൂരമായ രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നതും കാമിസാമയുടെ താവളത്തിൽ വെച്ചുള്ള പരിശീലനത്തിനൊടുവിൽ യാംജയും ടിയാനും ക്രില്ലിനും വളരെയധികം ശക്തരായി മാറുന്നതും ബബിൾ കുഞ്ഞിനെയും ഗ്രിഗറിയെയും കീഴ്പ്പെടുത്തിയ ഗോകു കായോക്കൈൻ മാസ്റ്റർ ചെയ്യുന്നതിനു വേണ്ടി കായോസാമയോടൊപ്പം വളരെ കഠിനമായ രീതിയിൽ പരിശീലനം ചെയ്യുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി സയാൻ സാഗയുടെ 9ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. കഥ തുടരുമ്പോൾ നമ്മൾ കാണുന്നത് കായോസാമയുടെ താവളത്തിൽ ഗോകുവും കായോസാമയും നേർക്കുനേർ നിൽക്കുന്നതും വളരെ ശക്തനായ കായോസാമയോടൊപ്പം ഗോകു വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കഠിനമായ പരിശീലന മുറകളും കടമ്പകളും ഗെയിമുമായി തന്നെ മറികടക്കുന്നതും പലതരത്തിലുള്ള അടവുകളും കഴിവും വിദ്യകളും നേടിയെടുക്കുന്നതും ചുരുക്കമായ സമയം കൊണ്ട് തന്നെ ഗോകു വളരെയധികം ശക്തി ആർജിക്കുന്നതുമാണ്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയും ശേഷം നമ്മൾ കാണുന്നത് കായോസാമയുടെ താവളത്തിൽ ഗോകുവും കായോസാമയും ഗ്രിഗറിയും ബബിൾ കുഞ്ഞും ഒരുമിച്ച് നിൽക്കുന്നതും നിന്റെ മുഴുവൻ ട്രെയിനിങ്ങുകളും വിജയകരമായി ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കായോസാമ ഗോകുവിനെ നോക്കി ചിരിക്കുകയും വളരെ കൃതജ്ഞതയോടെ ഗോകു കായോസാമയെ നോക്കി നമിക്കുകയും നീ എന്നിൽ നിന്നും പഠിച്ചെടുത്തത് എന്തൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഗോകുവിനോട് കായോസാമ പറയുകയും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗോകു കായോസാമയെ നോക്കി ചിരിക്കുകയും എന്നാൽ നീ ബബിൾ കുഞ്ഞിനെ എത്രയും വേഗം പിടിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ബബിൾ കുഞ്ഞിനോട് ഓടാൻ പറഞ്ഞുകൊണ്ട് കായോസാമ വാച്ചിൽ സമയം നോക്കുകയും വളരെ വേഗത്തിലോടുന്ന ബബിൾ കുഞ്ഞിനെ വെറും 8 സെക്കൻഡ് കൊണ്ട് റെക്കോർഡിട്ട് ഗോകു ബബിൾ കുഞ്ഞിനെ നിസ്സാരമായി പിടിച്ചോണ്ട് വരികയും അത് കാണുന്ന കായോസാമ ഞെട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. അടുത്തതായി ഗ്രിഗറിയുടെ ഊടമാണെന്ന് ഗോകുവിനോട് കായോസാമ പറയുകയും ബബിൾ കുഞ്ഞൊരു ചുറ്റിക എടുത്തുകൊണ്ട് ഗോകുവിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയും ഗ്രിഗറി പ്രകാശ വേഗതയിൽ തെന്നിമാറി ഗോകുവിന്റെ നേർക്ക് താഞ്ഞെടുക്കുകയും എന്നാൽ ഗോകു പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടി ചെറുതായിട്ടൊന്ന് തെന്നിമാറി വളരെ നിസ്സാരമായി തന്നെ ഗ്രിഗറിയുടെ തലയിലേക്ക് ചുറ്റിക കൊണ്ട് പതുക്കിയൊന്ന് തട്ടുകയും വെറും 1.2 സെക്കൻഡ് കൊണ്ട് മാത്രമാണ് ഗോകു ഈ കാര്യം സാധിച്ചതെന്ന് ടൈം പീസിൽ നോക്കുന്ന കായോസാമ മനസ്സിലാക്കുകയും വളരെയധികം ആശ്ചര്യത്തോടു കൂടി അസാധ്യകരമായ കാര്യമാണിതെന്ന് പറയുകയും എന്നാൽ നീ ഇപ്പോൾ ഒരു സ്പിരിറ്റ് ബോംബ് ഉണ്ടാക്കി കാണിക്കുമെന്ന് ഗോകുവിനോട് കായോസാമ പറയുകയും മായാശക്തി കൊണ്ട് വളരെ വലിയൊരു കട്ടയുണ്ടാക്കുകയും ഗോകുവിന്റെ നേർക്ക് വരുന്ന രീതിയിൽ വലിച്ചെറിയുകയും ഗ്രഹത്തെ മുഴുവൻ ചുറ്റി വലഞ്ഞ് ഇരട്ടി വേഗത്തിൽ ആ കല്ല് ഗോകുവിന്റെ നേർക്ക് പാഞ്ഞെടുക്കുകയും ഗോകു അവിടെ ഉണ്ടായിരുന്ന പുല്ലുകളിൽ നിന്നും പൂവുകളിൽ നിന്നും വായുവിൽ നിന്നും മരത്തിൽ നിന്നും ഇലകളിൽ നിന്നും കായോസാമയുടെയും ബബിൾ കുഞ്ഞിന്റെയും എല്ലാവരുടെയും എനർജിയുടെ ഒരു അംശം ആഗിരണം ചെയ്തുകൊണ്ട് ഗോകുവിന് ചുറ്റും ഒരു ഓറ ഉണ്ടാക്കുകയും ആ ഓറയിലെ ശക്തി മുഴുവൻ വലതു കൈയിലേക്ക് ആഗിരണം ചെയ്തെടുക്കുകയും ഗോകുവിന്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന കട്ടയിലേക്ക് ഗോകു ഉണ്ടാക്കിയെടുത്ത ചെറിയ സ്പിരിറ്റ് ബോംബിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഗോകു അതിലേക്ക് അടിക്കുകയും പൊട്ടിത്തെറിക്കുന്ന കട്ട കേവലം പുകയായി മാറുകയും അതിൽ നിന്നും ഉണ്ടാകുന്ന ആഘാതത്തിൽ ആ ഗ്രഹം തന്നെ ആടി ഉലയുകയും ഗോകു സത്യം പറഞ്ഞാൽ നീ ഒരിക്കലും സ്പിരിറ്റ് ബോംബ് ആവാഹിച്ചെടുക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. പ്യുവർ ഹാർട്ടായ ഒരാൾക്ക് മാത്രമേ ഇത് പഠിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്പിരിറ്റ് ബോംബ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പുല്ല്, മരം, ചെടി, കാറ്റ്, മൃഗങ്ങൾ, മനുഷ്യൻ മുതലായ ഏതൊരു ലൈഫ് ഫോമിൽ നിന്ന് വേണമെങ്കിലും നിനക്ക് എനർജി ആഗിരണം ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ ഒരു ആയുധമാണ് സ്പിരിറ്റ് ബോംബ്. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും സ്പിരിറ്റ് ബോംബ് ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. നീ തെറ്റായ രീതിയിൽ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നീ സംരക്ഷിക്കാൻ നോക്കുന്ന ഭൂമി തന്നെ ഇല്ലാതെയാകും. ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി നിനക്ക് വേറെ ഒരു വഴിയും ഇല്ലാതെയാകുമ്പോൾ മാത്രമേ നീ സ്പിരിറ്റ് ബോംബ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് കായോസാമ ഗോകുവിനോട് പ്രോമിസ് ചോദിക്കുകയും നിങ്ങൾ പേടിക്കേണ്ടതില്ല കായോസാമ, ആ സയാന്മാരെ തോപ്പിക്കുവാൻ എനിക്ക് കായോക്കൈൻ തന്നെ ധാരാളമാണ് എന്ന് പറഞ്ഞ് ഗോകു പ്രോമിസ് നൽകുക. ഗോകു എനിക്കൊരു അബദ്ധം പറ്റി, നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും ഭൂമിയിലേക്ക് പുറപ്പെടണം. നാളെ തന്നെ സയാന്മാർ രണ്ടുപേരും ഭൂമിയിലേക്ക് എത്തും. നീ നാഗപാതിൽ കൂടി 2 ദിവസം ട്രാവൽ ചെയ്താൽ മാത്രമേ നിനക്ക് ഭൂമിയിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കായോസാമ പറയുന്നത് കേട്ട് ഗോകു വളരെയധികം ഞെട്ടുകയും നിങ്ങൾക്ക് എന്നെ ഭൂമിയിലേക്ക് നേരിട്ടെത്തിക്കാൻ സാധിക്കുകയില്ല എന്ന് കായോസാമയോട് ഗോകു ചോദിക്കുകയും ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കുന്നതല്ല, നീ ഇപ്പോൾ തന്നെ പുറപ്പെടുന്നതാണ് നല്ലതെന്ന് കായോസാമ വീണ്ടും ഗോകുവിനോട് പറയുകയും ഞാൻ ഒരു ദിവസം വൈകുവാൻ പാടില്ലായിരുന്നു. ഞാൻ ചെല്ലുന്നതിന് മുൻപ് എന്റെ കൂട്ടുകാരെങ്കിലും മരിച്ചു പോകുമോ എന്ന് ഗോകു ഭയക്കുകയും കായോസാമയുടെ മുന്നിലിരുന്ന് അലമുറ കൂട്ടുകയും എന്റെ കൂട്ടുകാരോട് എത്രയും വേഗം ഡ്രാഗൺ ബോളുകൾ ഉപയോഗിച്ച് നിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറയാൻ ഗോകുവിനോട് കായോസാമ പറയുകയും ഇവിടെ നിന്നുകൊണ്ട് എങ്ങനെയാണ് എന്റെ കൂട്ടുകാരോട് ഈ സന്ദേശം ഞാൻ അറിയിക്കുന്നതെന്ന് ഗോകു കായോസാമയോട് തിരക്കുകയും കായോസാമ തിരിഞ്ഞു നിൽക്കുകയും നീ കൂട്ടുകാരോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തും നീ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ അവർക്കിപ്പോൾ കേൾക്കുവാൻ സാധിക്കുമെന്ന് ഗോകുവിനോട് കായോസാമ പറയുകയും ഗോകു ഭൂമിയിലിരിക്കുന്ന മാസ്റ്റർ റോഷിയെ ടെലിപ്പതി വഴി കണക്ട് ചെയ്യുകയും മാസ്റ്റർ റോഷിയുടെ ഡ്രാഗൺ ബോളുകൾ നിങ്ങൾ കണ്ടുപിടിച്ചിരുന്നോ എന്ന് ഗോകു തിരക്കുകയും ആ 2 സയാന്മാർ നാളെ തന്നെ ഭൂമിയിലേക്ക് വരുന്നതാണ്. എത്രയും വേഗം ഡ്രാഗൺ ബോളുകൾ ഉപയോഗിച്ച്
എന്നെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് ഗോകു മാസ്റ്റർ റോഷിയോട് പറയുകയും എന്നാൽ റൂമിനകത്തിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന മാസ്റ്റർ റോഷിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ബുൾമയും കൂട്ടുകാരും മാസ്റ്റർ റോഷിക്ക് ഭ്രാന്തായോ എന്ന് ചിന്തിക്കുകയും ഉടൻ തന്നെ അത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മാസ്റ്റർ റോഷി പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ബുൾമയും മറ്റു കൂട്ടുകാരോട് ഈ സന്ദേശം അറിയിക്കുകയും ചെയ്യുന്നു. എനിക്ക് നൽകിയ ആശീർവാദങ്ങൾക്കെല്ലാം വളരെ നന്ദിയുണ്ട് കായോസാമ എന്ന് ഗോകു കായോസാമയോട് പറയുകയും ഞാൻ ഉടനെ തന്നെ എന്റെ ജീവിതത്തിലേക്ക് തിരികെ പോകുന്നതാണ്. നിങ്ങളെല്ലാവരും നൽകിയ സ്നേഹത്തിനും സന്തോഷത്തിനും മുന്നിൽ ഞാൻ വളരെ നന്ദിയുള്ളവനായിരിക്കും എന്ന് പറഞ്ഞ് ഗോകു അവരെയെല്ലാം നോക്കി ചിരിക്കുകയും അതേസമയം നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് കായോസാമ പിഞ്ചിപ്പോയ ഗോകുവിന്റെ ഡ്രസ്സെല്ലാം അദ്ദേഹത്തിന്റെ കൊമ്പുകൾ പോലെയുള്ള രണ്ട് ആന്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അത്ഭുതകരമായ ശക്തിയിലൂടെ ഗോകുവിന്റെ പിഞ്ചിപ്പോയ ഡ്രസ്സുകളെല്ലാം നല്ലതാക്കി കൊടുക്കുകയും ഇതേ സമയം ഗുഹാനും പിക്കലോയും വീണ്ടും വളരെ ക്ലേശകരമായ രീതിയിൽ തന്നെ ഫൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയും പിക്കലോ അയക്കുന്ന എനർജി അറ്റാക്കുകളിൽ നിന്ന് ഗുഹാൻ തെന്നി മാറുക മാത്രമാണ് ചെയ്യുന്നത്. തിരിച്ച് ഒരു അറ്റാക്ക് പോലും ചെയ്യാതിരിക്കുന്ന ഗുഹാനെ കാണുമ്പോൾ പിക്കലോയ്ക്ക് ദേഷ്യം വരികയും നീ ഇങ്ങനെ തെന്നി മാറിക്കൊണ്ടിരിക്കാനാണ് പദ്ധതിയെങ്കിൽ നിനക്ക് ഒരിക്കലും ശത്രുക്കളെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല, തിരിച്ചാക്രമിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു പിക്കലോ ഗുഹാനോട് ദേഷ്യപ്പെടുകയും അത് കേട്ട് പിക്കലോയുടെ അറ്റാക്കുകളിൽ നിന്നെല്ലാം തെന്നിമാറി വരുന്ന ഗുഹാൻ വളരെയധികം അരിശത്തോടുകൂടി പിക്കലോയുടെ നേർക്ക് എടുത്ത് ചാടുകയും പിക്കലോ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നുള്ള ബീം അറ്റാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഗുഹാനെ കരിച്ച് നിലത്തിടുകയും ഉടൻ തന്നെ ചാടി എഴുന്നേക്കുന്ന ഗുഹാൻ ഇത് കള്ളക്കളിയാണ്, അങ്ങൊരിക്കലും കണ്ണുകളിൽ നിന്നുള്ള അറ്റാക്ക് ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുകയില്ല എന്ന് എനിക്ക് പ്രോമിസ് നൽകിയതല്ലേ എന്ന് പിക്കലോയോട് തിരക്കുകയും ശത്രുക്കൾ ഒരിക്കലും നിനക്ക് പ്രോമിസുകൾ തന്നുകൊണ്ടിരിക്കുകയില്ല, ഏതു വിധേനയും നീ അവരെ തോൽപ്പിക്കുവാൻ മാത്രമാണ് ശ്രമിക്കേണ്ടത്, എന്നാൽ അങ്ങൊരിക്കലും എന്റെ ശത്രു അല്ലല്ലോ എന്ന് ചോദിച്ച് ഗുഹാൻ വിഷമിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം കാമി ഹൗസിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ബുൾമയും മാസ്റ്റർ റോഷിയും ഒരു പന്നിക്കുട്ടനും ഒരു പറക്കുന്ന പൂച്ചയും ചേർന്ന് 7 ഡ്രാഗൺ ബോളുകളും നിരത്തി വെക്കുകയും ഷെൻഡ്രോനെ സമ്മൺ ചെയ്യുകയും പെട്ടെന്ന് അവിടെ മുഴുവൻ കറുത്ത പുക പരക്കുകയും ആകാശത്തെ മേഘങ്ങൾ മുഴുവൻ കറുത്ത നിറത്തിലേക്ക് മാറുകയും മധ്യാഹ്ന സമയമായിരുന്നിട്ട് പോലും അവിടെ മുഴുവൻ ഒരു രാത്രി പോലെ മാറുകയും ഇതേ സമയം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഗുഹാനും പിക്കലോയും അന്തിച്ചു നോക്കുകയും ഉച്ച സമയമായിരുന്നു ഇവിടെ എങ്ങനെയാണ് ഇത്രയും വേഗം രാത്രിയായത് എന്ന് ഗുഹാൻ വളരെയധികം ആശ്ചര്യത്തോടെ പിക്കലോയോട് ചോദിക്കുകയും 7 ഡ്രാഗൺ ബോളുകൾ കൂട്ടിച്ചേർത്ത് ഷെൻഡ്രോനെ വിളിച്ചു വരുത്തി ഗോകുവിന്റെ കൂട്ടുകാരോ ഗോകുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണെന്ന് പിക്കലോയ്ക്ക് മനസ്സിലാവുകയും ഗോകു തിരിച്ചു വരാൻ പോവുകയാണല്ലോ എന്നോർക്കുന്ന പിക്കലോയ്ക്ക് ചെറിയ ദേഷ്യം വരികയും അതേസമയം തന്നെ പിക്കലോ ഇതിന്റെയൊക്കെ അർത്ഥം ആ 2 സയാന്മാരും ഇപ്പോൾ ഭൂമിയിലേക്ക് എത്താൻ പോവുകയാണ് എന്നല്ലേ എന്നോർത്ത് പിക്കലോ വളരെയധികം ഞെട്ടുകയും പെട്ടെന്ന് വളരെ ഭയപ്പെടുന്ന രീതിയിൽ ഷെൻഡ്രോൺ അവർക്ക് മുന്നിലേക്ക് വരികയും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആഗ്രഹം എന്നോട് ചോദിക്കാം, അത് ഞാൻ നടപ്പിലാക്കി തരാമെന്ന് അവരോട് പറയുകയും പെട്ടെന്ന് മാസ്റ്റർ റോഷിയുടെയും ബുൾമയുടെയും കൂടി ഉണ്ടായിരുന്ന ഓലോങ് എന്ന പന്നിക്കുട്ടൻ ഇവിടേക്ക് വരുന്ന 2 സയാന്മാരെ നശിപ്പിച്ചുകൊണ്ട് ഭൂമിയെ സംരക്ഷിക്കാമോ എന്ന് ഷെൻഡ്രോനോട് ചോദിക്കുകയും ഗോകുവിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്ന ബുൾമയും മാസ്റ്റർ റോഷി ഇത് കേൾക്കുമ്പോൾ ചെറിയ ദേഷ്യം വരികയും എന്നാൽ ഇത് കേൾക്കുന്ന ഷെൻഡ്രോൺ കാമിയാലാണ് ഞാൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, കാമിക്ക് ചെയ്യാൻ സാധിക്കുന്ന സംഭവങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞത് എന്റെ കഴിവിലും അപ്പുറത്തുള്ള കാര്യമാണ്, എന്നെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഷെൻഡ്രോൺ പറയുകയും ഗോകുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമോ എന്ന് മാസ്റ്റർ റോഷി ഷെൻഡ്രോനോട് ചോദിക്കുകയും അതെന്നെ കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ഇതെല്ലാം വളരെ ദൂരെ നിന്ന് കാണുന്ന ഗുഹാനും പിക്കലോയും അന്തിച്ചു നിൽക്കുകയും അപ്പോൾ 2 സയാന്മാർ എത്താറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു പിക്കലോ പല്ല് കടിക്കുകയും ഇതേ സമയം കായോസാമയുടെ താവളത്തിലുണ്ടായിരുന്ന ഗോകുവിന്റെ തലയിലെ മഞ്ഞ നിറത്തിലുള്ള വട്ടം മാഞ്ഞു പോവുകയും ഗോകു ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. നീ ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്, എത്രയും വേഗം നീ ഭൂമിയിലേക്ക് തിരിച്ചു പോയിക്കോളൂ ഗോകു എന്ന് കായോസാമ ഗോകുവിനോട് പറയുകയും നീ വളരെയധികം കരുതിയിരിക്കണം, നിന്റെ ശത്രുക്കൾ നീ വിചാരിക്കുന്നതിനേക്കാളും വളരെയധികം ശക്തരാണ് എന്ന് കായോസാമ ഗോകുവിനോട് പറയുകയും ചെയ്യുന്നു. എല്ലാത്തിനും വളരെ നന്ദിയുണ്ട് കായോസാമ, ഞാൻ വീണ്ടും മരിച്ചു കഴിയുമ്പോൾ ഞാൻ ഇവിടേക്ക് തന്നെ വരുന്നതാണ് നിങ്ങളെ കാണാൻ. ബബിൾ കുഞ്ഞ് ഗ്രിഗറി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോകു ദൂരേക്ക് ഓടുകയും കായോസാമ അതുകൊണ്ട് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം മുന്നിലേക്ക് ഓടിപ്പോയ ഗോകു വീണ്ടും തിരികെ പിറകേക്കും വളരെ വേഗത്തിൽ ഓടി വരികയും അത് കണ്ട് കായോസാമ അവിടെ നിന്ന് മാറി നിൽക്കുകയും ഗോകു മുഴുവൻ എനർജിയും സമ്പാദിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഗ്രാവിറ്റിക്കെതിരെ ഉയർന്നു ചാടിക്കൊണ്ട് കായോസാമയുടെ താവളത്തിൽ നിന്നും നാഗപാതയിലേക്ക് എടുത്തു ചാടുകയും എനിക്കിനി കളയുവാൻ ഒട്ടും തന്നെ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാഗപാതയിലേക്കൂടെ വളരെ വേഗത്തിൽ ഓടുവാൻ തുടങ്ങുകയും ഇതെല്ലാം മുകളിൽ നിന്ന് നോക്കി കാണുന്ന കായോസാമയും കൂട്ടരും അവന്റെ ഉള്ളിൽ അവിശ്വസനീയമായ കഴിവുകളും ശക്തിയുമാണ് ഉള്ളത്. അവന്റെ മനസ്സ് ക്രിസ്റ്റലിനേക്കാളും വെളുത്തതാണ്, ഒരു പ്യൂർ ഹാർട്ടർ ആയതുകൊണ്ട് മാത്രമാണ് അവന് ഇത്രയധികം ശക്തികൾ ആർജിച്ചെടുക്കുവാൻ സാധിച്ചത്. ഇവനെ പോലെ ഒരുവൻ ഭൂമിയിലുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ വളരെ അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കായോസാമ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുകയും പെട്ടെന്ന് ഗ്രിഗറി കായോസാമ അവൻ നിങ്ങളെക്കാളും വളരെ ശക്തനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ എന്ന് കായോസാമയോട് ചോദിക്കുകയും ശരിയാണ്, അവൻ എന്നേക്കാൾ ശക്തനായി മാറിക്കാണും, പക്ഷേ എന്റെ അത്രയും സെൻസ് ഓഫ് ഹ്യൂമർ അവൻ ഇപ്പോഴും ഇല്ല എന്ന് പറഞ്ഞ് കായോസാമ അവിടെ കിടന്ന് പൊട്ടിപ്പൊട്ടിച്ചിരിക്കുകയും ഇത് കേൾക്കുന്ന ബബിൾ കുഞ്ഞ് എന്നാൽ അടുത്ത തവണ അവനോട് വരുമ്പോൾ ഞാൻ ഇതിനു വേണ്ടിയാണ് അവനെ ട്രെയിൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ചിരിക്കുകയും എന്ന് പറഞ്ഞ് കായോസാമയെ നോക്കി ചിരിക്കുകയും അത് കേൾക്കുന്ന കായോസാമ ഒന്ന് പതറുകയും ശേഷം ചിരിക്കുകയും ചെയ്യുന്നു. ഇനി എനിക്ക്
കളയുവാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോക്കു മുഴുവൻ എനർജിയും ആഗിരണം ചെയ്തുകൊണ്ട് പറക്കുവാൻ ആരംഭിക്കുന്നതും പിന്നീട് നമ്മൾ കാണുന്നത് വളരെയധികം വേഗത്തിൽ ആ രണ്ട് സയാൻമാരുകൾ വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ക്യാപ്സൂളുകളും ബഹിരാകാശത്തു നിന്നും വളരെ വേഗത്തിൽ ചീറിപ്പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പോകവേ ആ രണ്ട് ക്യാപ്സൂളുകളും ബഹിരാകാശത്തു നിന്നും ഭൂമിയിലെ ഉപരിതലത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും വളരെ സുന്ദരമായ ഒരു നഗരത്തിലേക്ക് ആ രണ്ട് ക്യാപ്സൂളുകളും ചെന്ന് വീഴുന്നതും അവിടെ രണ്ട് പല്ലങ്ങൾ ഉണ്ടാവുന്നതും അത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാവരും കൂടി ഓടിക്കൂടുകയും ക്യാപ്സൂളുകൾ തുറക്കപ്പെടുകയും അതിൽ നിന്നും മനുഷ്യർക്ക് തുല്യമായ രണ്ട് സയാന്മാർ ഇറങ്ങി വരികയും ചിത്രരായ അവരെ കണ്ട് മനുഷ്യന്മാരെല്ലാവരും കൂടി അതിനകത്താണ്ട് രണ്ട് മനുഷ്യന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് പൊറുപൊറുക്കുകയും വന്നിറങ്ങിയ സയാന്മാർക്ക് രണ്ടുപേർക്കും തന്നെ ഭൂമിയിലുണ്ടായിരുന്ന സീ ഫൈറ്റേഴ്സായ ഗുഹാന്റെയും പിക്കലോയുടെയും ടിയാന്റെയും യാംജയുടെയും ക്രില്യന്റെയും മാസ്റ്റർ റോഷിയുടെയും എനർജി ലെവലുകൾ ഫീൽ ചെയ്യപ്പെടുകയും അവർ വന്ന് ഇറങ്ങുന്ന നിമിഷം തന്നെ പിക്കലോയും യാംജയും ടിയാനും ശത്രുക്കൾ വന്നെത്തി ഇനി യുദ്ധം തുടങ്ങാം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വളരെ അരിശത്തിൽ പല്ലുകടിക്കുകയും സയാന്മാരെ കാണുന്ന ജനങ്ങളെല്ലാം പേടിച്ചു വരണ്ട് ഓടുകയും രണ്ട് സയാന്മാരും മുകളിലേക്ക് പറന്നു വന്ന് നിൽക്കുന്നതും അവരെ കണ്ട് അവിടുത്തെ ജനങ്ങളെല്ലാം പേടിച്ചു വിറച്ച് ഓടുന്നതും അവരെ എല്ലാവരെയും നോക്കി സയാന്മാർ സൈക്കോ രീതിയിലുള്ള ഒരു ചിരി ചിരിക്കുന്നതും നമ്മൾ ഉദ്ദേശത്തിൽ നേരത്തെ അവരെത്തി എന്ന് പറഞ്ഞുകൊണ്ട് സീ ഫൈറ്റേഴ്സ് എല്ലാം അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നതും മിന്നൽ വേഗത്തിൽ ഗോക്കു നാഗപാതയുടെ മുകളിൽ കൂടി പറന്നു വന്നുകൊണ്ടിരിക്കുന്നതും നാഗപാതയിൽ കൂടി പറന്നു പോയിക്കൊണ്ടിരുന്ന ഗോക്കു ഇപ്പോഴുറപ്പായ ആ സയാന്മാർ ഭൂമിയിൽ എത്തിയിട്ടുണ്ടാവും എന്റെ കൂട്ടുകാർക്കെല്ലാം അപകടം പറ്റുന്നതിന് മുന്നേ എനിക്ക് ഭൂമിയിലെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അരിശത്തോടു കൂടി ഗോക്കു വളരെ വേഗത്തിൽ പറക്കുവാൻ തുടങ്ങുന്നതും അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ എല്ലാം നോക്കി സയാന്മാർ പല്ലു കടിച്ചുകൊണ്ട് ചിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. 1000 സബ്സ്ക്രൈബുകൾ നേടുവാനുള്ള യാത്രയിലേക്ക് ഒരു സബ്സ്ക്രൈബ് നൽകി സഹകരിക്കുക. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നന്ദി, നമസ്കാരം, വന്ദനം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.